അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ഷമ്മാസ് പള്ളിയിലേക്ക് പോയി ഉസ്താദിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഇൻഷാ അല്ലാ അടുത്ത വ്യാഴാഴ്ച കേട്ടോ. സുബഹിക്ക് ആണ് ഏറ്റവും നല്ലത്. സുബഹിക്ക് മൗലിദ് പാരായണം ഒക്കെ കഴിഞ്ഞ് നമുക്കങ്ങോട്ട് കയറാം. നല്ല ദിവസമാണ്, കുഴപ്പമൊന്നുമില്ല ഇൻഷാ അല്ലാ. സത്യം പറഞ്ഞാൽ ഷമ്മാസിന് തൻ്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷം നിറഞ്ഞ നിമിഷമായിരുന്നു അത്. തൻ്റെ കൈകൾ കൊണ്ട് പാവപ്പെട്ടവർക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്ത് കൊണ്ട്. റബ്ബേ, പണിയെല്ലാം പൂർത്തീകരിച്ചു. അതെ, ആ കുടുംബം അതിലേക്ക് അടുത്ത വ്യാഴാഴ്ച പാർക്കുകയാണ്. അള്ളാഹുവേ അൽഹംദുലില്ലാ, മാഷാ അല്ലാ. അത്യാവശ്യമായിട്ട് കുറച്ച് ആളുകളോടൊക്കെ ഒന്ന് പറയണം. അതായത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾ, അതുപോലെ കുറച്ച് അത്യാവശ്യം എല്ലാവരെയും വിളിച്ച് ഒരു ഫുഡും കാര്യങ്ങളും ഒക്കെ കൊടുക്കുക സന്തോഷത്തിൽ. ഷമ്മാസ് ആ നിമിഷം തന്നെ അവിടുന്ന് നേരെ നുസൈബയുടെ വല്യമ്മയുടെ വീട്ടിലേക്കാണ് പോയത്. ഷമ്മാസ് പ്രതീക്ഷിക്കാതെ വരുന്നത് കണ്ട വീട്ടുകാർ, അല്ലാ ഷാമോന് വന്നിട്ടുണ്ട്. ഇക്ക ഇക്ക റഹീംക്ക ഒരു ചെറിയ ഉച്ചമയക്കത്തിലായിരുന്നു. ഇക്ക നോക്കിക്കേ, നോക്കി ഷാമോൻ വന്നിക്കണ്. ഓ വന്നോ? അല്ലോ. റഹീം ക പെട്ടെന്ന് മുഖമെല്ലാം ഒന്ന് കഴുകി ഫ്രഷായി. മോനെ എളാപ്പ അസ്സലാമു അലൈക്കും. ഇരിക്കും മോനെ. ഉറക്കത്തിലായിരുന്നില്ല ഞാൻ. പെട്ടെന്ന് കാര്യങ്ങളൊന്നേ പറയാനുള്ളത് വല്യമ്മാനോട് നേരിട്ട് പറയാമെന്ന് വിചാരിച്ച് വന്നതാണ്. അല്ലെങ്കിലിപ്പോൾ അതിപ്പോൾ ഓൽക്കൊരു സന്തോഷമല്ലേ കേൾക്കുന്നത്. ആയിക്കോട്ടെ ഉമ്മ ഷ്യാമോ ഇരിക്കട്ടോ, ഞാൻ ചായ എടുക്കട്ടെ. അല്ലല്ല ഇപ്പോൾ ഒന്നും വേണ്ടായിട്ടാണ്. അല്ല അത് പറഞ്ഞേ പറ്റില്ലല്ലോ, വല്യമ്മാനൊന്ന് കാണട്ടെ. ഉമ്മ ചെറിയൊരു മയക്കത്തിലായിരുന്നു. വേണ്ട, ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ, ഉണർത്തണ്ട. ഉറങ്ങുന്നവരെ ഉണർത്തുന്നത് ശരിയല്ലല്ലോ. അല്ല അത് കുഴപ്പമില്ല. അല്ല വല്യമ്മ ഉണർന്നിട്ട് സംസാരിച്ചോളാം. എളാപ്പയും ഷമ്മാസും അതാ കൊലായിലേക്ക് തന്നെ പോയി. എന്നാൽ ഇതിനകം തന്നെ വല്യമ്മ ഉണർന്നിരുന്നു. മോളെ എടി ഉമ്മ ഉണർന്നോ? പിന്നെ ഷാമോൻ വന്നിക്കണ്. ഷാമോനോ? എൻ്റെ നുസിൻ്റെ എവിടെൻ്റെ കുട്ടി? ഷാമോനെ ഉമ്മ വിളിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഉമ്മ കിടക്കുന്ന ആ ഒരു ബെഡിനടുത്തേക്ക് അതാ ഷാമോനെത്തി. അല്ലാ, എൻ്റെ കുട്ടി വന്നിക്കണോ? എൻ്റെ റബ്ബേ. ഉമ്മ പതുക്കെ എഴുന്നേറ്റിരുന്നു. വല്യമ്മ നിങ്ങൾ കിടന്നോളി, ഇരിക്കൊന്നും വേണ്ട. അല്ല കുട്ടിയെ, ഇതാ ഇവിടെ ഇരുന്നേക്ക്. ഷമ്മാസിനെ വല്യമ്മയുടെ ബെഡിൽ തന്നെ അതാ ഇരുത്തുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. മോനെ ഒരു കസാല എടുത്ത്. അല്ല വല്യമ്മ, ഇവിടെ ഇരുന്നാൽ മതിയല്ലോ. നിങ്ങളെടുത്ത് ഇവിടെ ഈ ബെഡും ഇരിക്കുമ്പോഴാണ് അതിൻ്റെ റാഹത്ത്. അല്ല വല്യമ്മ, നമുക്ക് ഈ വീട്ടിൽ തന്നെ നിന്നാൽ മതിയോ? എൻ്റെ കുട്ടിയെ, ഈ വീട്ടിൽ തന്നെ മാറിയത് വലിയൊരു റാഹത്താണ്. ആ ചോർന്ന് വിളിച്ചിട്ട് വീട്ടിലല്ലേ ഈ കുട്ടികളും മക്കളും ഞങ്ങളൊക്കെ കൂടി. ഏതായാലും തൽക്കാലം വാടകക്കാണെങ്കിലും ഇങ്ങനൊരു സ്ഥലത്തേക്ക് എത്തിച്ചെന്നതും വലിയ റാഹത്ത്. ചോർന്ന് മേത്തേക്ക് ഇങ്ങനെ വെള്ളമൊലിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടന്ന് അപ്പുറത്തോട്ട ഇപ്പുറത്തോട്ട. ഒരു സമാധാനം വേണ്ടത്. ഓനുള്ളിടത്തുള്ള സീറ്റും അതൊക്കെ വലിച്ചു കെട്ടി ഒപ്പിച്ചുണ്ടാക്കിയൂടെ. പെരും കാറ്റും മയം വന്നാൽ പൊന്നാര പടപ്പേ അതങ്ങോട്ട് എടുത്തു പോകൂലേ. ഏതായാലും ആ ചോർച്ചയിൽ നിന്ന് മാറിക്കിട്ടി തന്നെ വലിയ റാഹത്ത്. ഞാൻ എൻ്റെ മക്കളോട് പറയും, ഇടിയും മയും കാറ്റൊക്കെ വരുമ്പോൾ മക്കളെ ഞങ്ങൾ ദോരുന്നോളി, ആ കുട്ടിക്കും വേണ്ടി ദോരുന്നോളി. ആ കുട്ടിക്കും വേണ്ടി ദോരുന്നാൽ നമുക്ക് അള്ളാഹു ഇനിയും നമുക്കിത് തരുള്ളൂ. ഇതിനൊക്കെ നന്ദി പറയണ്ടേ നമ്മൾ, നല്ലോണം ദോരുന്നോളി എന്ന് പറഞ്ഞിട്ട്. വല്യമ്മ അങ്ങനൊന്നുമില്ല, അതൊക്കെ പഠിച്ച റബ്ബ് നമുക്ക് തന്നതല്ലേ, നിങ്ങൾക്കൊക്കെ തരാൻ വേണ്ടിയിട്ട്. അല്ല നമ്മളുടെ ഒന്നും അല്ലല്ലോ, ഒക്കെ അള്ളാഹുവിൻ്റെ തന്നെ അല്ലേ. മോനെ അല്ലേ വല്യമ്മ, പുതിയ വീട്ടിലേക്ക് പോകണ്ടേ? പോകണമെന്നുണ്ടടാ, മനസ്സൊക്കെ പൂതിയുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ആരാൻ്റെതല്ലേ. ആരാൻ്റെതാവുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവുമല്ലോ. എന്നാലും കുഴപ്പമില്ലാതെ അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. മരിച്ചതിന് മുമ്പ് എൻ്റെ കുട്ടികളെ ഇരിക്കൂരിക്കാണ്ട് കയറ്റിയിരുത്തണം. എന്നാൽ പിന്നെ സമാധാനത്തോടാണ് കണ്ണടക്കാന്നാണ് എൻ്റെ മനസ്സിലത്തെ ആഗ്രഹം. ഇനി കുട്ടിയെ ഒട്ടുവരെ പിടിച്ചു. അതിന് ഒരു മാസം കൊണ്ടൊക്കെ ആവുമോ വല്യമ്മ? ഒരു മാസമോ?
അടുത്ത വെള്ളിയാഴ്ച നമ്മൾ അങ്ങോട്ട് പോവല്ലേ. മോനെ, ഇത് സത്യമാണോ? വല്യമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. മോനെ എന്താടാ? വല്യമ്മ, നിങ്ങൾ കരയല്ലേ? നിങ്ങൾക്കുള്ള റൂം ഒക്കെ അവിടെ സെറ്റാണ്. നിങ്ങളെ പേരക്കുട്ടികൾക്കുള്ളതും നിങ്ങളെ മോൻക്കുള്ളതും വിരുന്ന് വരുന്നവർക്കുള്ളതുള്ള ഒരു ഇരുനില വീടാണ്. രണ്ട് തട്ടോ? എൻ്റെ പൊന്നുമോനെ, ഒന്നും മതിയായിരുന്നു. ചോരാത്തൊരു വീട് ഒരു തട്ടന്നെ മതിയായിരുന്നു. അല്ലമ്മ, അപ്പം ഞങ്ങളൊക്കെ വിരുന്ന് വരണ്ടേ? നിങ്ങളെ പേരക്കുട്ടി നുസിയും മരുമകൻ ഞാനും ഒന്നും വിരുന്ന് വരുമ്പോൾ കിടക്കാൻ റൂം വേണ്ടേ? വല്യമ്മ ആ മോണ കാട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ പൊന്നാര കുട്ടിയെ, വല്യമ്മാൻ്റെ റൂമാണ്ട് ഒഴിച്ചു തരും ഞാൻ. എന്തേ? അല്ല വല്യമ്മ, ആര് വിരുന്ന് വന്നാലും കിടക്കാൻ മുകളിൽ 2 റൂമുണ്ട്, താഴെയുണ്ട് 2 റൂം. എന്തേ, അതുപോരെ? മോനെ, അത്ര വലിയ പേരൊന്നും ഞമ്മക്ക് മാണ്ടില്ലേനടാ. നമ്മളാ ചെറ്റക്കുടലിൽ ജീവിച്ചതല്ലേ, അതിൻ്റേതായിട്ടുള്ള. അല്ല വല്യമ്മ, ഇങ്ങക്കെന്താ 2 തട്ടുള്ള വീട്ടിൽ താമസിക്കാൻ പറ്റൂലേ? മോനെ, ഞാനൊക്കെ കാല് നീട്ടിരിക്കല്ലേ. ഏത് നേരം ഖബർക്കണ്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് ഞാൻ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഖബർക്കല്ലേ. ഇനിയിപ്പോൾ വലിയൊരു വീട് എന്നൊന്നും ഞമ്മക്ക് പൂതിയൊക്കെ ഉണ്ടായിരുന്നൊരു കാലത്ത്. കണ്ടു മോഹിക്കുക എന്നല്ലാതെ ഞമ്മക്ക് ഉണ്ടാവില്ലല്ലോ. ഈ ചോർന്ന് നിൽക്കുന്ന വീടിൽ നിന്ന് ഇങ്ങനെ ഞാൻ ദ്വാ ചെയ്യും, പഠിച്ചോനെ ഒരു ഒറ്റ നിലയുള്ളൊരു വീട് അത് കിട്ടിയാൽ മതിയായിരുന്നു. കുറേ ഒന്നും വലിപ്പം വേണ്ട, ഒരു 1-2 റൂമോ ഒരു അടുക്കളയും ഒരു സിറ്റൗട്ടും മതി. അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ കുട്ടി ഫോണിൽ വന്ന് ഈ സാധനത്തിൽ കൊടുന്നൊന്ന് കാണിച്ചു തന്നു. ഉമ്മ അങ്ങോട്ട് നോക്കിക്കാളി നമ്മളെ പെരൻ്റെ കോലം എന്നാണ് കണ്ട്. ഞാൻ കരഞ്ഞു പോയി. മോനെ, എനിക്കും വേണ്ടി കുറേ ദൂരം, ഞങ്ങൾക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടുല്ലേ. അല്ല, എൻ്റെ നുസിൻ്റെ വർത്താനം. നുസിം അവിടെ ഉണ്ടല്ലോ. ഞങ്ങളെ കൊണ്ടാകാൻ പറ്റായിട്ടേക്കാരം. ഇൻഷാ അല്ലാ ഒക്കെ ഈ മാസമൊക്കെ മോൻ വന്നിരുന്നു. അതിൻ്റെ വർത്താനം ഞാനത് മറന്നു പോയി. ഏതായാലും റാഹത്തിലാക്കട്ടെ വല്യമ്മ. എന്നാൽ ഞാനങ്ങോട്ട്. അപ്പോഴേക്കും എളാമ ചായയും കടിയൊക്കെ എടുത്തു വെച്ചു. എളാമ, അതൊന്നും വേണ്ടില്ലായിരുന്നു. പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങളെക്കുറിച്ച് കുറച്ചൊരു ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട് കൂടെയുണ്ട് ഞാൻ വന്നത്. അതായത് ഓർഡർ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഏത് രീതിയിലുള്ള നിങ്ങൾക്ക് വേണമെന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. അതിൻ്റേതായ കുറച്ച് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ. പൊന്നു മോനെ, ഒന്നും വേണ്ടട. ഇവിടെയുള്ള പാത്രങ്ങളുണ്ടല്ലോ, ഞങ്ങൾക്ക് 4 കുത്തിഞ്ഞാണും പിന്നെ ആ സ്റ്റീലിൻ്റെ 3-4 പ്ലേറ്റും 2-3-4 ചെമ്പും കുടിക്കുക, അതന്നെ മതി, ധാരാളം. അതന്നെയല്ലേ ഇപ്പോൾ അവിടെ ചെന്നാലും വെച്ചുണ്ടാക്കാനുള്ളത്. എൻ്റെ പൊന്നാര വിളിമ, നിങ്ങൾ പഴയ പാത്രങ്ങളും പഴയ ഡ്രസ്സും പഴയതൊന്നും ഇനിയിപ്പോൾ അങ്ങോട്ട് കയറ്റണ്ട. പുതിയ വീട്ടിലേക്കുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പുതിയ മുസല്ല, നിസ്കാരക്കുപ്പായങ്ങൾ, ഖുർആന്, അതേപോലെ ഡ്രസ്സുകൾ, അതൊക്കെ ഞാൻ സെറ്റാക്കി തരും. പിന്നെ ഒരു പാത്രം കയ്യിലും സ്പൂണും കൊടുക്കണ്ട. അതൊക്കെ ഞാൻ ആരെങ്കിലും ഉപയോഗിച്ചിട്ടല്ലേ വേണ്ട. നമുക്കൊക്കെ പുതിയതാണ്. എന്തേ മോനെ? അത് എന്തേ? വല്യമ്മക്ക് വെറ്റിൽ തിന്നാനെന്താ കുത്തുവരലെന്തേ വേണോ? അത് ഇവിടെ എന്താ, ഒരു മരത്തിൻ്റെ ഒരു കുറ്റി ഇവിടെ ഉണ്ട്. എപ്പോഴും വയ്ക്കാത്തോണ്ട് തിന്നലൊന്നുമില്ല. എന്നാലും എപ്പോഴെങ്കിലൊക്കെ ഒന്ന് തൊള്ളി വെക്കാൻ ഒരു പൂതിയാണ്. ആയിക്കോട്ടെ വല്യമ്മ, അതിനുള്ള ഒക്കെ ഞാൻ ചെയ്തു തരാം. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമം കരുതണ്ട. മോനെ, എടാ, സത്യം പറഞ്ഞാൽ എല്ലാം കേട്ട് എളാമയുടെ കണ്ണുകൾ നിറഞ്ഞു. മോനെ, ചായ കുടിക്ക്. സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടികൾക്കൊക്കെ പൂതിയായിരുന്നു ഒരു വാർപ്പിൻ്റെ വീട് എന്നുള്ളെങ്കിലും. പക്ഷേ ഇത്രക്കും നല്ലൊരു വീട് ഞങ്ങൾക്ക് കിട്ടണ ഒരിക്കലും നിങ്ങൾ വിചാരിച്ചില്ല. അള്ളാഹു നിങ്ങളെ നന്നാക്കും. എളാമയും കരയുകയാണ്. എന്നാൽ ഹെളാപ്പ പറഞ്ഞു, മോനെ, നിങ്ങൾ നമ്മളെ കുടുംബത്തിൽ കയറിയത് വല്ലാത്തൊരു ബർക്കത്ത് തന്നെയാണ് കേട്ടോ. ഞങ്ങൾക്ക് റഹീമിനാണ് ആ വീടെന്ന് പറയുമ്പോൾ പലരും എന്നോട് അങ്ങാടിയും ചോദിക്കുക, അല്ല റഹീമേ, എന്താ എനിക്ക് ലോട്ടറി അടിച്ചു വന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ ഉത്തരം മുട്ടിപ്പോവടാ. സത്യമായിട്ടും ഞാൻ എന്ത് പറയണമെന്ന് വിചാരിക്കും. എൻ്റെ കണ്ണുകൾ നിറയും. ഞാൻ തന്നെ പറയും, എടാ, അതൊക്കെ ഞമ്മക്ക് കിട്ടാപ്പോൾ വകുപ്പുണ്ടല്ലോ. നല്ല കോടീശ്വരൻ മരുമകനെ കിട്ടിക്കണല്ലോ എന്ന് പോലെ നമ്മളോട് ഇങ്ങോട്ടും പറയും. ഞാൻ ചിരിച്ചല്ലാതെ കാര്യമായിട്ടൊന്നും പറയലൊന്നുമില്ല. അതൊന്നും കാര്യമാക്കണ്ട. അതൊക്കെ നമുക്ക് ഒരിക്കലും അത് എൻ്റെ പൈസ കൊണ്ടല്ല, അള്ളാഹു എനിക്ക് അള്ളാഹുവിൻ്റെതാണ്. അതൊക്കെ എൻ്റെ കഴിവ് കൊണ്ടേ അല്ല, അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ് അങ്ങനൊരു വീട്
നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്. അങ്ങനെ പറയണം. എൻ്റെ കഴിവ് കൊണ്ട് എൻ്റെ പൈസ കൊണ്ടെന്ന് പറഞ്ഞാൽ പടച്ച റബ്ബ് അത് നോക്കും. പടച്ച റബ്ബ് വിചാരിക്കും ആഹാ അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. നമുക്ക് അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട് അള്ളാഹുവിൻ്റെ നിഅമത്ത് കൊണ്ടെന്ന് പറയണം. അപ്പോൾ ഒരിക്കലും എൻ്റെ പൈസ അല്ല, നിങ്ങളെ പൈസയല്ല, പടച്ച റബ്ബിൻ്റെ അള്ളാഹു നൽകിയത് അത് മാത്രം പറയാം. നമ്മളല്ലല്ലോ ഇത് ചെയ്യണത്, സംസാരിക്കണം നമ്മളല്ല, അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടാണ് നമ്മൾ സംസാരിക്കണത്. നമ്മൾ ഭക്ഷിക്കാൻ കഴിയും, നമ്മളെ കൈകൾക്ക് ബലം നൽകുന്നത് എന്താ അള്ളാഹുവാണ്. ഈ ഗ്ലാസ് പിടിക്കാനുള്ളൊരു ബലം നൽകുന്നത് നമുക്കൊന്നിനും കഴിയൂല, നമ്മൾ വെറും നെഗറ്റീവാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ ശക്തി നമുക്കിങ്ങനെ തരുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ കഴിയുന്നത്. അതാണ് നമ്മളെപ്പോഴും പഠിച്ചവനെ ഓർക്കുക, അതേ ഉള്ളൂ. എന്നാൽ സത്യം പറഞ്ഞാൽ അങ്ങനെയൊരു മരുമകനെ കിട്ടിയത് അവർക്ക് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. അല്ല ഷാമോനെ, നുസി തിരിച്ചു കൊണ്ടുപോകണ്ടോ? പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവന്നപ്പോഴൊക്കെ ഞാനവിടെ ഉണ്ടായിരുന്നു. പിന്നെ വല്യമ്മാനിട്ടിട്ട് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അത് ഇളമ 4 ദിവസം കഴിഞ്ഞിട്ട് കുടിരിക്കൽ കഴിഞ്ഞിട്ടാണ് കൊണ്ടുപോകും, അതല്ല നല്ലത്. ഷാമോനെ, അത് ഒന്നാമത്തതൊക്കെ ആവുമ്പോൾ അവനാൻ്റെ വീട്ടുകാർക്ക് തന്നെയാണ്. എൻ്റെ പൊന്നിളാമ്മ, അവിടെ ആയാലും ഇവിടെ ആയാലും ഒക്കെ കണക്കന്നെ. ന്യൂസ് ഇഷ്ടമുള്ളിടത്ത് നിന്നോട്ടെ, അവൾക്ക് അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നതിന് ഉമ്മ പറഞ്ഞത്. നമ്മൾ വിഷമിപ്പിക്കണ്ട, നിർബന്ധിച്ച് ആക്കുക എന്നല്ല. പിന്നെ ഉപ്പാൻ്റെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദനയും ബുദ്ധിമുട്ടും കാര്യങ്ങളും, പിന്നെ കൂലിപ്പണിക്ക് പോക്കും, അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് കൊണ്ടൊക്കെ ഓൾക്കിപ്പോൾ സുഖസുന്ദരമായി അവിടെ നിന്നൂടെ. പിന്നെ വീട്ടിലാണെങ്കിൽ ഒരു പെണ്ണുണ്ട് ഇപ്പോൾ, അവരും തന്നെ നല്ല റാഹത്തുള്ള ഒരു പെൺകുട്ടിയാണ് തന്നെ. മാഷാ അല്ലാ, എന്തൊക്കെ തന്നെയാലും പഠിച്ചവന് ഹയറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഒരു കുഴപ്പമില്ലാതെ സുഖപ്രസവം നുസിക്ക് ഉണ്ടാകട്ടെ, അത് മാത്രമാണ്. എളാമ എന്നാൽ ശരി, ഞാനങ്ങോട്ട് കുടിച്ചില്ല മോനെ. മതി മതി ഉമ്മ, കുടിച്ചു. വല്യമ്മ നേരെ ഷമ്മാസ് വല്യമ്മയുടെ അരികിലെത്തി. വല്യമ്മ എന്തൊക്കെ? എന്നാൽ ഞാനങ്ങോട്ട് കുട്ടിയെ, എൻ്റെ കുട്ടി പോവുകയാണോ? എൻ്റെ കുട്ടീനെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സമാധാനമാണ്. വല്യമ്മ എല്ലാ കാര്യത്തിലും ഞാൻ ഉണ്ട് നിങ്ങൾക്ക്. എൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ഉണ്ടാവുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ അടുത്തുണ്ടോ നിങ്ങൾക്കും ഉണ്ട്. ഞാൻ കുടിക്കുകയാണെങ്കിൽ നിങ്ങളെയും കുടിപ്പിക്കും, ഞാൻ തിന്നുകയാണെങ്കിൽ നിങ്ങളെയും തീറ്റിക്കും. എന്തേ മോനെ? വല്യമ്മ കണ്ണുകൾ നിറച്ചുകൊണ്ട് ഷമ്മാസിൻ്റെ കൈകൾ പിടിച്ചു. ആ ഒരു ചുളിഞ്ഞ കൈകൾ ഷമ്മാസിൻ്റെ കൈകളിൽ പതുക്കെ തലോടി. എൻ്റെ കുട്ടീനെ അള്ളാഹു നന്നാക്കും വല്യമ്മ, നിങ്ങൾ ദുആ ചെയ്താൽ മാത്രം മതി കേട്ടോ. ആയിക്കോട്ടെ മോനെ, എന്നാലും എൻ്റെ കുട്ടി. ഉമ്മ എന്നാൽ പോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വല്യമ്മ കണ്ണുകളോടെ, ആ മങ്ങിയ കണ്ണുകളോടെ ഷമ്മാസിൻ്റെ നിഴൽ നോക്കിക്കൊണ്ടിരുന്നു. കുട്ടി പോയോടി? ആ ഉമ്മ, ഓൻ പോയി. ഏതായാലും പടച്ച റബ്ബ് കാക്കട്ടല്ല. അങ്ങനെയുണ്ടല്ലോ ദുനിയാവിലെ ആൾക്കാർ, ആരാരും ഇല്ലാത്ത പാവങ്ങൾക്ക് ഓലുണ്ട്. എൻ്റെ നുസി ഭാഗ്യവതിയാണ് ഡി. ഓള് കുറേ കാലം കുറച്ച് ഇടങ്ങാറായിക്കണമെങ്കിലും ഇപ്പം നല്ല മട്ടത്തിന് അള്ളാഹോളം ആക്കിയില്ലേ. എൻ്റെ കുട്ടി നല്ലോണം ക്ഷമിക്കുമായിരുന്നു. പാവം, എൻ്റെ കുട്ടിനോട് ആദ്യം കുറേ ഉപദേശങ്ങൾ കൊടുത്തിരുന്നു. എൻ്റെ പൊന്നു മോളെ, നമ്മൾ എന്തൊക്കെ തന്നെ കെട്ടിച്ച പെരി നിൽക്കണം, അതാണ് റാഹത്ത്. അവിടെ പച്ച വെള്ളമാണ് കുടിക്കാനുള്ളതെങ്കിലും അതൊരു അന്തസ് തന്നെയാണ്. പുതിയാപ്പിളാരപ്പം നിൽക്കണ്. പക്ഷേ എൻ്റെ കുട്ടിക്ക് പുതിയാപ്പിളാരെ സ്നേഹമൊന്നും ഇല്ലാത്തത് നമുക്കറിയില്ലല്ലോ. അള്ളാ, എൻ്റെ കുട്ടി പാവം ഇടങ്ങാറയിക്കണ്. എന്തൊക്കെ തന്നെയാലും അതാ ഷമ്മാസ് യാത്രയായി. റബ്ബേ, റാഹത്തായി. ഷമ്മാസ് അതാ ആ വീടിൻ്റെ അടുത്തേക്കൂടെ പോയി വണ്ടി നിർത്തി നോക്കിയപ്പോൾ മാഷാ അല്ലാ, ഗംഭീരമായൊരു വീട്, അതും ഇരുനിലയിൽ. എല്ലാ കാര്യങ്ങളും സെറ്റാക്കി, എല്ലാ ബൾബുകളും കാര്യങ്ങളും എല്ലാം ഇട്ടപ്പോൾ മനോഹരമായൊരു വീട്. മാഷാ അല്ലാ, അല്ലാ, ഞാൻ വിചാരിച്ചതിനേക്കാളും നീ അത് മനോഹരമാക്കി തന്നിക്കണ് റബ്ബേ. ആ മക്കളും ആ വല്യമ്മയും അവരിഞ്ഞ് ഇവിടെ ജീവിക്കട്ടെ. പിഞ്ചു മക്കളാണ്, വയസ്സായ വല്യമ്മയാണ്, അവർക്കാണ് നമ്മൾ ഏറ്റവും സഹായം നൽകേണ്ടത് റബ്ബേ. എന്തൊക്കെ തന്നെയാലും മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഇനി മതിലിൻ്റെ കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൂടി കെട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, മതിലും ഗേറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് ഇൻ്റർലോക്കും കൂടി കഴിഞ്ഞാൽ, പക്ഷെ അതിപ്പോൾ ഇതിനിടയ്ക്ക് ഇനി കഴിയും, എനിക്കറിയാം. ടൈമുണ്ടോ അറിയില്ല. പെട്ടെന്ന് ചെയ്യണമല്ലൊക്കെ വിളിച്ചാൽ കിട്ടുമായിരിക്കും. ഫ്രണ്ടെങ്കിലും കുറച്ച് ഭാഗം കെട്ടിയിട്ട് ഒന്ന് ഇൻ്റർലോക്ക് ചെയ്യണം മുറ്റം, എന്നാൽ പിന്നെ റാഹത്തായി. അപ്പോൾ തന്നെ ഷമ്മാസ് തൻ്റെ കോൺട്രാക്ടറോട് കാര്യങ്ങളെല്ലാം പറയുന്നു.
പിന്നെ നമുക്ക് ആ മതിലിൻ്റെ പണിയും മുറ്റത്തിൻ്റെ പണിയും കൂടി പെട്ടെന്ന് 2 ദിവസത്തിനുള്ളിൽ ചെയ്യാൻ കഴിയുമോ? ഷമ്മാസെ, പണിക്കാരെ കുറച്ച് കൂടുതൽ വേണ്ടി വരും. അത് നമുക്കൊരു മതിലിൻ്റെ പണിക്കൊരു 4 പേരും അതുപോലെ മുറ്റത്തിൻ്റെ പണി അതൊരു 4 പേരും കിട്ടിയാൽ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാമല്ലോ. അതിന് മാത്രമല്ല, എങ്ങനെയാണ് ഇൻ്റർലോക്ക് എന്താ വേണ്ടത്? ഒരു കല്ല് പോലുള്ളൊരു സംഭവം ഉണ്ടല്ലോ, പഴയ ആ നക്ഷത്രം പോലുള്ളതല്ല, ഒരു കരിങ്കൽ പോലെ കല്ല് ഇടയിലിങ്ങനെ ആ ഇടയിലിങ്ങനെ പുല്ല് വെച്ചിട്ടുള്ള ഗ്രാസ്, അതുള്ളത് കൊണ്ട്, പിന്നെ മാർബിൾ പേസ്റ്റ് പോലെ അങ്ങനെ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഏതാ വേണ്ടത്? അത് എനിക്കൊരു നാച്ചുറാലിറ്റി തോന്നുന്നത് ആ ഒരു പുല്ലായിരിക്കും അല്ലെ, ഗ്രാസ്. നല്ല ഗ്യാരണ്ടി, നല്ല ഇതുള്ള എടുത്തോളട്ടെ, അധികം പെട്ടെന്നൊന്നും കേടുവരാത്ത ഫസ്റ്റ് ക്വാളിറ്റി തന്നെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ, ഓക്കെ. എന്നാൽ അപ്പോഴേക്കും ഷമ്മാസ് പറഞ്ഞ് നിമിഷങ്ങൾക്കകം തന്നെ അവിടെ കല്ലെത്തി, അവിടെ മതിലിനുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം തയ്യാറാക്കുന്നു. അതിനിടയ്ക്ക് ഇൻ്റർലോക്കിൻ്റെ പണിക്കാരും എത്തിക്കഴിഞ്ഞു. എല്ലാം തകൃതിയായി നടക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ആ ഒരു വീടിൻ്റെ മതിലും ഇൻ്റർലോക്കും അപ്പോൾ ചെയ്യുന്നത്. ആദ്യം വീട് പണി കഴിഞ്ഞ് കുടിയിരിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ പിന്നീട് അതിനെ ആയി കിട്ടൂല, ചെയ്യുമ്പോൾ കംപ്ലീറ്റ് പണി ചെയ്തു കൊടുക്കാമെന്നും ഷമ്മാസിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാലല്ലേ ഒരു റാഹത്ത്. എന്തായാലും എന്തൊക്കെ തന്നെയായാലും അതാ പണിക്കാരെത്തി. പെട്ടെന്ന് തന്നെ പണിയും തുടങ്ങുന്നുണ്ട്. മുറ്റത്തിൻ്റെ പണിക്കാരും എത്തി. നല്ല രീതിയിലുള്ള സ്പേസ് ഫ്രണ്ടിലേക്ക് കുറച്ച് അധികം വേണമെന്നായിരുന്നു ഷമ്മാസിൻ്റെ നിർബന്ധം. കാരണം ഒരു വണ്ടിയൊക്കെ കയറ്റിയിടാനൊക്കെ. ഇതിപ്പോൾ വല്യമ്മയുടെ വീടായാലും മറ്റിടത്താണെങ്കിലും വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാനൊന്നും കഴിയില്ല, അവിടെ അപ്പുറത്തിടണം. അത് സ്പേസ് ഫ്രണ്ടിലേക്ക് കുറച്ചുകൂടെ സ്ഥലം എടുത്തിട്ടാണ് അങ്ങനെ ചെയ്തത്. എന്തൊക്കെ തന്നെയാലും റാഹത്തോടു കൂടെ നല്ലൊരു വീടാണ് അവിടെ അതാ സെറ്റായത്. ഷമ്മാസിനോട് വിളിച്ച് ഇൻ്റർലോക്കിൻ്റെ മോഡലുകളൊക്കെ ചോദിക്കുന്നു. അതെ, ഞാനവിടെ വരാം. ഷമ്മാസ് അപ്പോൾ തന്നെ അതാ പറഞ്ഞ സൈറ്റിലേക്ക് എത്തുന്നു. ഞാൻ പറഞ്ഞില്ലേ, നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പ് തന്നെ ആയിക്കോട്ടെ, നല്ല കല്ല് തന്നെ ആയിക്കോട്ടെ കേട്ടോ. നല്ല മറ്റേ പെട്ടെന്ന് വെയിൽ അടിച്ചാലൊക്കെ മങ്ങണ ആ ടൈപ്സ് ഒന്നും വേണ്ട, കുറച്ച് നല്ല ഹൈ ക്വാളിറ്റി തന്നെ ആയിക്കോട്ടെ. ഷമ്മാസ് പറഞ്ഞതിനനുസരിച്ച് ആ കല്ലും ഗ്രാസുമെല്ലാം സെറ്റാക്കുന്നു. വീട്ടുകാർക്ക് ആർക്കും ഇതറിയുന്നേ ഇല്ല. ഇത് ഷമ്മാസിൻ്റെ മാത്രം സർപ്രൈസായിരുന്നു. എളാപ്പ ഷമ്മാസിനെ വിളിച്ചു. മോനെ ഷമ്മാസേ, എന്നാൽ കുടിയിരിക്കലിൻ്റെ കുറച്ച് അത്യാവശ്യ ആളുകളോടൊക്കെ പറയണമല്ലോ. എളാപ്പ, നിങ്ങളെ ആവശ്യമുള്ള എല്ലാവരോടും പറഞ്ഞോളേ. എവിടെയൊക്കെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സുകളുണ്ട്, അയൽവാസികൾ, എല്ലാവരോടും പറഞ്ഞോളൂ കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു കണക്ക് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഫുഡിൻ്റെ ഇതിങ്ങനെ ഓർഡർ ആക്കാമായിരുന്നു. കാറ്ററിംഗുകാരോടെ പറഞ്ഞാൽ ആ ടൈമിന് ഫുഡും കാര്യങ്ങളൊക്കെ എത്തും. ഓക്കെ. പിന്നെ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഏകദേശം ഒരു കണക്ക് കിട്ടണം കേട്ടോ നമുക്ക്. എന്നാൽ പിന്നെ അതിനനുസരിച്ച് 2 ദിവസം മുമ്പ് തന്നെ നിങ്ങൾ തന്നെ പറയാൻ പോയിക്കോളൂ. പറയാനും വിളിച്ച് പറയാനൊക്കെ ഒരു ജസ്റ്റ് ഒരു കണക്ക് കേട്ടോ. ഓക്കെ. എൻ്റെ ഭാഗത്തു നിന്നുള്ള എൻ്റെ ആളുകളോട് ഞാനും അങ്ങനെ പറഞ്ഞോളാം. ഷാമോനെ, നിങ്ങളും എല്ലാവരോടും പറഞ്ഞോളി, നിങ്ങൾക്ക് ആവശ്യമുള്ളവരോടൊക്കെ കേട്ടോ. ഓക്കെ. എന്നാൽ എളാപ്പയും എളാമ്മയും വല്യമ്മയും കുട്ടികളൊന്നും അറിയുന്നില്ലായിരുന്നു അവരുടെ വീടിൻ്റെ മുറ്റവും അതിലുമൊന്നും സെറ്റാക്കുന്ന കാര്യമൊന്നും. അവർ വീടെന്തായാലും പണി കഴിഞ്ഞല്ലോ, ഇനി അതിലേക്ക് കയറാം എന്നുള്ള രീതിയിലായിരുന്നു. ഈ സമയം അതാ ഷമ്മാസ് ഉമ്മയുടെ അരികിലേക്ക്. ഉമ്മ, മോനെ വന്നോ? എവിടെയായിരുന്നു? ഉമ്മ, കുടിയിരിക്കൽ വ്യാഴാഴ്ചല്ലേ, അത് നേരിട്ട് വല്യമ്മാനോടൊന്ന് പറയാതിരിച്ചു. മോനെ, റാഹത്തായി, അൽഹംദുലില്ലാ. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു. വയസ്സായിരിക്കണം, അതല്ലേ നമ്മൾ ബഹുമാനിക്കണേ. പ്രായമായവരൊക്കെ നമ്മൾ ബഹുമാനിച്ചെങ്കിൽ തന്നെ നമുക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാവുള്ളൂ. അവരോടൊക്കെ നല്ല ഞാൻ വിചാരിച്ചിരുന്നൊന്ന് പോയി പറയണം, ഒരു സമ്മതത്തിന് വേണ്ടിയിട്ടൊക്കെ. അമ്മ, അവരെ കണ്ണുകൾ നിറഞ്ഞൊഴുകണമ്മ. മോനെ, സത്യം എടാ, വല്ലാത്തൊരു എനിക്കും പോരാൻ പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഞാൻ അന്ന് കാണാനല്ലേ. അതെ ഉമ്മ. അല്ല മോനെ, വല്യമ്മാക്കുള്ളൊരു വീൽ ചെയറൊക്കെ പുതിയതാണ് വാങ്ങുന്നത്. അതായത് ഇനിയിപ്പോൾ വല്യമ്മാക്ക് തന്നെ നമ്മളെ ഡൈനിങ് ഹാളിലൂടെ ഒക്കെ ഒന്ന് ഇങ്ങനെ കറങ്ങി നടക്കാനൊക്കെ ഒരാളെ ഹെൽപ്പില്ലാതെ എല്ലാ സ്ഥലവും കാണാൻ പറ്റുന്ന രീതിയിൽ അതൊക്കെ സെറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ റെഡി ആയിരിക്കും. മോനെ, ആ മിറ്റും കൂടെ ഒന്ന് റെഡിയാക്കിക്കണമെങ്കിൽ സുഖേനുല്ലേ. ഉമ്മ മനസ്സിൽ കണ്ടത് ഷമ്മാസ് മാനത്ത് കണ്ടു എന്ന് തന്നെ പറയാം. ഉമ്മ, മുറ്റോ? എന്നാ വരി, നമുക്കൊന്ന് പോയി വരാം പുറത്ത്. എന്ത് മോളെ? സമീറ മോളെ. ഉമ്മ,
ഞങ്ങളൊന്ന് പുറത്ത് പോയി വരട്ടെ, മോൾക്ക് പേടിയോ? ഇല്ല മങ്ങൾ പോയിക്കോളി. സമീറ നിസ്കരിക്കുവാൻ വേണ്ടി പോയി. ഷമ്മാസും ഉമ്മയും പോയി നേരെ ആ പുതിയ വീടിൻ്റെ അരികിലേക്ക്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എൻ്റെ പൊന്നുമോനെ ഇതൊക്കെ നടക്കുന്നുണ്ടോ? ആ ഉമ്മ ഇൻ്റർലോക്കിലുള്ള കല്ലിറക്കി, ഗ്രാസ് ഇറക്കി, പിന്നെ മതിൽ പണി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പൊന്നു മോനെ, മാഷാ അല്ലാ, അൽഹംദുലില്ലാ. മോനെ, ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമാണ് എൻ്റെ പൊന്നു ഷാമോനെ, ഉമ്മാൻ്റെ കുട്ടി അതും കൂടെയാണ് ചെയ്താളി എന്നുള്ളത്. ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു മൂഡ് ഓഫും കാര്യങ്ങളും ഇപ്പം ഉഷാറായല്ലോ മോനെ. എൻ്റെ കുട്ടീനെ എന്നും എനിക്ക് ഈ മട്ടത്ത് കണ്ടാൽ മതി കേട്ടോ ഉമ്മ. സത്യം പറഞ്ഞാൽ ഷമ്മാസിൻ്റെ മനസ്സിൽ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും ഒഴിഞ്ഞതായിരുന്നു. പക്ഷേ ഷമ്മാസിൻ്റെ മനസ്സിൽ കനൽ പോലെ എരിയുന്ന ഒന്നുണ്ട്. റാഹില, ഷെറീന എന്ന ആ വർഗം. അവരെ എങ്ങനെയെങ്കിലും താൽക്കാലികമായോ അല്ലെങ്കിൽ എന്നേക്കുമായോ എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ ഇനിയും അവർ ഇതുപോലുള്ള വലിയ തെറ്റുകൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഉമ്മയോടായി ഷമ്മാസ് പറഞ്ഞു. ഉമ്മ, ജമീല താത്താൻ്റെ മരുമകളോട് വന്നിരുന്നോ? മോനെ, ഇടയ്ക്കൊന്ന് കയറി വരും. ഉമ്മ, അടുപ്പിക്കരുത് കേട്ടോ. എന്തെടാ ഇജ്ജ് എപ്പോഴും പറയണ്ടല്ലോ അവരെ കുറിച്ച്. ഉമ്മ, അടുപ്പിക്കാൻ പാടില്ല. ഭയങ്കര എന്താ പറയുക, നമ്മൾ ഒരിക്കൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കും. എന്താ മോനെ പറയണത്? ഉമ്മ, അത് അവർ ശരിയല്ല ഉമ്മ. എൻ്റെ പൊന്നാര കുട്ടി, എൻ്റെ കുട്ടി അങ്ങനെയൊക്കെ പറയേണ്ടി വിചാരിച്ചു കാണും. ഉമ്മാക്ക് ഇപ്പം അങ്ങനെ പറയാം. അതിനനുസരിച്ച് ഉമ്മ വിശ്വസിക്കാൻ പറ്റില്ല, അതാണ് പറയുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നവരെ പറ്റുമെന്ന് പറയാം, പക്ഷെ അവർ വിശ്വസിക്കാൻ പ്രയാസമാണ്. ഷമ്മാസ് അപ്പോഴും ഉമ്മയോടൊന്നും തുറന്നു പറഞ്ഞില്ല. മോനെ, ആയിക്കോട്ടെ, ഇനി എന്താ വെച്ചാൽ അങ്ങനെ കാട്ടാം. ഇനിയിപ്പോൾ ആ സമീറ, അവളെ മിക്കവാറും വീട്ടിൽ നിന്ന് കൊണ്ടുപോകാനും പുറത്താക്കാനും പോലും വരാൻ ചാൻസ് ഉണ്ട്. ഉമ്മ, കരുതണം, നല്ലോണം കരുതൽ വേണം. ഏത് നിമിഷവും അവർ വരാൻ ചാൻസ് ഉണ്ട്. ഷമ്മാസിൻ്റെ മനസ്സിൽ അതായിരുന്നു ചിന്ത. അതെ, സമീറയെ തിരിച്ചു കൊണ്ടുപോകാൻ അവർ വരും എന്നുള്ളൊരു തോന്നൽ ഉണ്ട്. എന്നാൽ ഈ സമയം അതാ ഷമ്മാസിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. മോനെ, ആരാടാ? ഹലോ. ആ അതെ. ഓ, ഞാൻ നമ്പർ സേവ് ആയിരുന്നല്ലോ. എന്തൊക്കെയോ ഉസ്താദ് വിശേഷം? അൽഹംദുലില്ലാ, റാഹത്ത് തന്നെ. ആ പിന്നെ ഞാൻ ഒരു കാര്യം, ഞാൻ എന്തായാലും വിളിച്ചത് നന്നായിട്ടോ. നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട് അടുത്ത വ്യാഴാഴ്ച, വരണം. ഓക്കെ, നമ്മളെ പ്രോപ്പർട്ടി തന്നെയാണ്. ഇൻഷാ അല്ലാ. ഓക്കെ, ഇൻഷാ അല്ലാ ഞാൻ വരാം. കുഞ്ഞിനെയും കൂട്ടിക്കോട്ടോ. കുഞ്ഞ് അവളിപ്പോൾ വല്യമ്മാൻ്റെ അടുത്താണ്. ആണോ? അത് ശരി. എന്താല്ലേ ചെയ്യുക, പള്ളിയിൽ മദ്രസിലൊക്കെ ആകുമ്പോൾ കുട്ടീനെയും കൊണ്ട് 3 വയസ്സല്ലേ കുട്ടിക്ക്. സാരല്ല, എന്താ ചെയ്യുക. അത് മറ്റാരും ആയിരുന്നില്ല, അത് സമീറയെ രക്ഷിച്ച ഷെരീഫ് ഉസ്താദായിരുന്നു. അത് ഷെരീഫ് ഫൈസി. സത്യം പറഞ്ഞാൽ ഷമ്മാസിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു. കുറേ ആയിരുന്നു ഇപ്പോൾ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ. എന്തൊക്കെ തന്നെയായാലും അന്ന് അവളെ വിളിച്ച് ഏൽപ്പിച്ചതൊക്കെ അവർ തന്നെയാണ്. പക്ഷേ ഷെരീഫ് ഉസ്താദിൻ്റെ ജീവിതം വളരെയധികം പ്രയാസകരമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മോളും അദ്ദേഹവും മാത്രമാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ വല്യമ്മയുടെ അരികിലാണ് കുട്ടി നിൽക്കുന്നത്. എന്ത് ചെയ്യാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്നവരെ കൂടുതൽ ദിവസം ഒരുമിപ്പിക്കൂരല്ലോ. അതെ, അവൾ അള്ളാഹുവിൻ്റെ അരികിലേക്ക് യാത്രയായിട്ട് കുറച്ച് ദിവസമായി, കുറച്ച് വർഷങ്ങളായി. കുഞ്ഞിന് 1 വയസ്സുള്ളപ്പോൾ അള്ളാഹുവിലേക്ക് യാത്രയായി. 2 വർഷമായി ഇപ്പോൾ അവളില്ലാത്ത ജീവിതം. എന്തെന്നറിയില്ല, തൻ്റെ കുഞ്ഞിൻ്റെ കൂടെയുള്ള ആ ഒരു ജീവിതം മാത്രമാണ് ഷെരീഫ് ഫൈസിക്ക് ഇപ്പോഴൊരു ആശ്രയമായിട്ട് ഉള്ളത്. മനസ്സിനുള്ളിൽ വല്ലാത്ത വേദനയാണ്, പ്രയാസമാണ്. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, അതൊരിക്കലും അദ്ദേഹത്തിന് മറക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. എന്താ റബ്ബേ ചെയ്യുക. സുഖകരമായ സന്തോഷകരമായ ദാമ്പത്യ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. ഒരു പൊന്നുമോൾക്ക് ജന്മം നൽകി 1 വയസ്സായപ്പോഴേക്കും തൻ്റെ കുഞ്ഞിൻ്റെ മുലകുടി പോലും മാറാത്ത പ്രായത്തിൽ
തന്നെയും കുഞ്ഞിനെയും വിട്ട് അവൾ യാത്രയായി അള്ളാഹുവിൻ്റെ അരികിലേക്ക്. സത്യം പറഞ്ഞാൽ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സമാധാനമുണ്ടായിരുന്നില്ല, സന്തോഷമുണ്ടായിരുന്നില്ല. ഒരുപാട് കാലം അങ്ങനെ ഒറ്റയ്ക്ക് ജോലിക്ക് പോലും പോകാതെ അങ്ങനെ ജീവിച്ചു. എല്ലാവരുടെയും വാക്കുകൾ കേട്ട് എന്താടാ, എത്രയോ ആളുകൾ ഭാര്യമാർ മരിച്ചു പോണ്. 40 ആവുമ്പോഴേക്കും അവർ രണ്ടാമത്തെ ഭാര്യയെ തേടും. നീ ഇപ്പോൾ ഇത് 2 വർഷമായിട്ടും അതിനെക്കുറിച്ച് നിനക്കൊരു ചിന്തയും കാര്യങ്ങളും ഇല്ലല്ലോ. അതുമാത്രമല്ല, തിരിച്ച് വീണ്ടും ജോലിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കൂട്ടുകാരെല്ലാം മെനക്കെട്ടു. ഷെരീഫെ പോട്ടടാ, അവൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ നിനക്ക് വേണ്ടി, നിൻ്റെ കുഞ്ഞിന് വേണ്ടി അവൾ നോക്കുന്നുണ്ടാവും. എന്നാൽ തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുവാനും തൻ്റെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുവാനൊക്കെ നീ ജോലി ചെയ്തേ മതിയാവൂ. അതുകൊണ്ട് നീ ദയവായി ജോലിയിലേക്ക് ഇറങ്ങണം. പള്ളിയിലെ ബാങ്ക് വിളിയും ഖുതുബ നിർവഹണവും നിസ്കാരവും ഇമാമത്തും എല്ലാം കൂടി ആകുമ്പോൾ നിൻ്റെ മനസ്സിന് സമാധാനം കിട്ടും. അല്ലാതെ ഈ വീട്ടിൽ കരഞ്ഞിരുന്നിട്ട് എന്ത് കാര്യമാണ്? തൻ്റെ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വീണ്ടും ഉസ്താദ് പള്ളിയിലേക്ക് വന്നത്. തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ പിരിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വെമ്പിയിരുന്നു. 2 വയസ്സുള്ള ആ ഒരു കുഞ്ഞിനെ പള്ളിയിലേക്ക് കൊണ്ടുവന്നാലോ അല്ലെങ്കിൽ എന്ന് പലതവണ വിചാരിച്ചതാണ്. പക്ഷേ 1 വയസ്സുള്ളപ്പോൾ അവൾ പോയി. 1 വയസ്സ് 2 വയസ്സാവോളം ഞാൻ അവളുടെ കൂടെ മാത്രമായിരുന്നു എൻ്റെ ജീവിതം. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ കൂടെയില്ലാതെ അങ്ങനൊരു ജീവിതം അദ്ദേഹത്തിന് ആലോചിക്കുവാൻ പോലും കഴിയുന്നില്ലായിരുന്നു. റബ്ബേ, അതിൽ നിന്ന് മോചിതനാകുന്നത് ഞാൻ പള്ളിയിലേക്ക് എത്തിയ ശേഷമാണ്. തൻ്റെ പിഞ്ചൻ കുഞ്ഞിൻ്റെ മുഖം മനസ്സിലേക്ക് തെളിഞ്ഞു വരും. ഇവിടെ വിട്ടു പോകണമെന്ന് തോന്നും. എന്നാൽ കൂട്ടുകാരുടെ ആ ഒരു സഹായം കൊണ്ട് മാത്രം ഞാൻ പതുക്കെ ഇവിടെ ജീവിച്ചു തുടങ്ങി. ആഴ്ചയിൽ സമയം കിട്ടുമ്പോൾ ഓടിപ്പോകും തൻ്റെ പൊന്നുമോളുടെ അരികിലേക്ക്. തൻ്റെ പൊന്നുമോൾ ഇന്ന് എൻ്റെ ഉമ്മയുടെ അരികിലല്ല. കാരണം എൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പില്ല, അവളുടെ ഉമ്മയുടെ അരികിലാണ്. മനസ്സ് വല്ലാതെ വേദനിച്ച് പോവും പൊന്നുമോൾ അവിടെ ആക്കി പോരുമ്പോൾ. എന്ത് ചെയ്യാൻ, ജോലിക്ക് പോകണമല്ലോ. അല്ലാ, അങ്ങനെയായിരുന്നു ഷെരീഫ് ഫൈസിയുടെ ജീവിതം. എന്തൊക്കെ തന്നെയാലും തൻ്റെ കൂട്ടുകാരൻ ഷമ്മാസ് വിളിച്ചു പറഞ്ഞപ്പോൾ തൻ്റെ പൊന്നുമോളെയും കൊണ്ട് വരണമെന്ന് തോന്നി. അത് തൻ്റെ പൊന്നുമോളെ എടുത്തുകൊണ്ട് എനിക്ക് പോകണം. അവൾക്ക് അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം കാണിച്ചു കൊടുക്കണം. അവൾക്ക് ഉമ്മയില്ല. കല്യാണത്തിന് കൂടെ പോരാനും കുടിയിരിക്കലിന് കൂടെ പോരാനും ഒന്നും ഉമ്മയില്ലാത്ത എൻ്റെ കുട്ടിയാണ്. അവൾക്ക് ഞാനാണ് ഉമ്മയും ഉപ്പയും എല്ലാം. അവളുടെ വീട്ടിൽ നിർത്താൻ എനിക്ക് വലിയൊരു താല്പര്യമൊന്നുമില്ല. ഉമ്മ ഉണ്ട്, നല്ലോണം നോക്കും, പേരക്കുട്ടിയല്ലേ. പക്ഷേ വീട്ടിൽ നാത്തൂമാരും ആങ്ങളമാരൊക്കെ ഉണ്ടാകുമ്പോഴേ നാത്തൂമാർക്കൊന്നും എൻ്റെ കുട്ടിയെ വല്ലാതെ ഇഷ്ടമുണ്ടാവില്ലല്ലോ. മനസ്സ് വേദനിക്കും അവിടുന്ന് പോരുമ്പോൾ. ഉമ്മ പറയും, മോൻ പേടിക്കണ്ട, കുട്ടിയെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പോരും. റബ്ബേ, എൻ്റെ കുട്ടിയെ എനിക്ക് കുറച്ചുകൂടി വലുപ്പമായിരുന്നെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു വീടെടുത്ത് നിർത്താമായിരുന്നു. പക്ഷേ പറ്റില്ലല്ലോ, എൻ്റെ കുട്ടി ചെറുതല്ലേ. ഉസ്താദിൻ്റെ മനസ്സിൽ അതായിരുന്നു ചിന്തകൾ. എന്തൊക്കെ തന്നെയാലും ഷമ്മാസിൻ്റെ ആ ഒരു വിളി കേട്ടപ്പോൾ തന്നെ നേരെ തൻ്റെ പ്രിയപ്പെട്ട മോൾക്ക് വിളിക്കുന്നു ഉമ്മയുടെ ഫോണിലേക്ക്. ഹലോ ഉമ്മ. ആ മോനെ, മോൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുകയാണ്. ആണോ ഉപ്പ? അസ്സലാമു അലൈക്കും. അവളുടെ ആ ഒരു കിളിക്കൊഞ്ചൽ, 3 വയസ്സുകാരിയുടെ ആ ഒരു കുഞ്ഞു സംസാരം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഉസ്താദിൻ്റെ മനസ്സ് വല്ലാതെ പിടച്ചു പോയി. മോളെ, ഉപ്പച്ചിൻ്റെ കുട്ടി, നമുക്ക് ഒരു പരിപാടി ഉണ്ട് കേട്ടോ, നമുക്ക് പോകണം കേട്ടോ വ്യാഴാഴ്ച. ഉപ്പച്ചി എന്താ കല്യാണമാണോ? മോളു, കല്യാണം പോലത്തെ ഒരു പരിപാടിയാണ് കേട്ടോ. ഇൻഷാ അല്ലാ ഉപ്പച്ചി കൊണ്ടുവരാൻ വേണ്ട കേട്ടോ. നല്ല ഉപ്പച്ചി. ഉമ്മമ്മ, ഉപ്പച്ചിൻ്റെ കൂടെ ഞാൻ പോകട്ടോ. നല്ല മോളാണ്, പോയിക്കൊണ്ടിട്ടോ, നല്ല മോളാണ്. നല്ല ഉമ്മമ്മ മതി. അല്ലാ, ഉമ്മച്ചി നോക്കി നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? ആകാശത്തുനിന്ന് ഉമ്മച്ചി നോക്കുന്നുണ്ട്. എൻ്റെ കുട്ടി ചോറ് മുഴുവൻ കഴിക്കുന്നുണ്ടോ, എൻ്റെ കുട്ടി മീമി തിന്നുന്നുണ്ടോ എന്നൊക്കെ നോക്കി നിൽക്കുന്നുണ്ടാവും. നോക്കി നിന്നിട്ട് അമ്പിളിമാമനോട് പറഞ്ഞു കൊടുക്കും,
എൻ്റെ കുട്ടി ചോറ് കഴിച്ചില്ലാന്ന്. അപ്പോൾ ഉമ്മച്ചിക്ക് സങ്കടാവൂലേ? അത് കേട്ട് ആ പൊന്നുമോൾ ആകാശത്തേക്ക് നോക്കി. ഉമ്മ, ഉമ്മമ്മ, എൻ്റെ ഉമ്മച്ചി അമ്പിളിമാമൻ്റെ അടുത്തുണ്ടാവുമോ? അവിടെ ഉണ്ടാകും. എൻ്റെ പൊന്നു മോള് സ്വർഗത്തിൽ കാത്തു നിൽക്കുന്നുണ്ടാവും എൻ്റെ കുട്ടിനെ കേട്ടോ. ആ ഉമ്മയും വിതുമ്പി കരഞ്ഞു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.